എല്ലാവർക്കും ബുക്ക്ലെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിലവിൽ നമ്മൾ റാങ്ക് മേക്കിംഗ് MCQ സീരീസും അതുപോലെ തന്നെ SCRTയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ SCRTയിലെ ബോക്സസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ക്ലാസ്സുകളും ഇനി മുതൽ ചാനലിൽ അവൈലബിൾ ആണ്. കാരണം SCRT ബോക്സസ് ആണ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ക്വസ്റ്റ്യൻ അത് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ പഠിക്കുന്നവരുടെയൊക്കെ ഫസ്റ്റ് അറ്റൻഷൻ പോകുന്നത് ആ ഒരു ബോക്സിലേക്കാണ്. അപ്പോൾ ബോക്സ് മാത്രം ഉൾപ്പെടുത്തിയ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുൻപുള്ള റിവിഷനും അതുപോലെ തന്നെ അത് മൊത്തമായിട്ട് ക്രോഡീകരിച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കാൻ പോകുന്നത്. 1976 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. മേപ്പിൾ മലപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1976 സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ 4500-ലധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മെസപ്പൊട്ടോമിയ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷണം പലകകൾ ചേർത്തുവെച്ച് മേൽപ്പടിയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം എന്താണ്? 2 നദികൾക്കിടയിലുള്ള പ്രദേശം. 5000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷണം പലകകൾ ചേർത്ത് വെച്ച് മേൽപ്പടിയിൽ ചെമ്പാണ് തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരുമാണ് ഇത് കൂടുതൽ മെച്ചപ്പെടുത്തിയത്. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം വളർന്നു വന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദികൾക്കിടയിലാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. മക് ആദം റോഡുകൾ. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദം ആണ് ആധുനിക രീതിയിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദമാണ്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ. സുവർണ ചതുഷ്കോണം. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണിത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നുപോകുന്നു. 12 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പാത കടന്നുപോകുന്നത്. തെക്ക് കിഴക്ക്, വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായി ബന്ധിപ്പിക്കുന്നു. 1825 ഇംഗ്ലണ്ടിലെ സ്കോട്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത് 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട്. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെ 1853. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ മുതൽ താനെ വരെ 1853. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861. മെട്രോ റെയിൽ. വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള
കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, ഇതിപ്പോൾ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. എന്നാൽ പാഠഭാഗത്ത് കോട്ടപ്പുറം വരെ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ദേശീയ ജലപാത 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന ഉൾനാടൻ ജലഗതാഗത പാതകൾ. റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നതുവരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോഥലിൽ കപ്പൽ നിർമ്മാണ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഥലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹരിപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്തെ ജലഗതാഗതം നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ്. കനോലി കനാൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാത കനോലി കനാൽ എന്നറിയപ്പെട്ടു. പാർവതി പുത്തനാർ. തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച കനാൽ പാതയാണ് പാർവതി പുത്തനാർ. വ്യോമഗതാഗതം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്വിസ് മോണ്ട് ഗോൾഫിയർ. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിനു താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്വിസിന്റെ ഭാര്യ. ഉണങ്ങാൻ ഇട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിന്റെ അതിശയം ഉളവാക്കി. ആ കാഴ്ച ജാക്വിസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തന്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്വിസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂട് വായു നിറച്ച ആ ബലൂണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിന്റെ കീഴ്ഭാഗത്ത് കുട്ട വച്ചു പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്വിസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. ഇന്ത്യയിലെ വ്യോമഗതാഗതം. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമം ആരംഭിച്ചത്. 1911 അലഹബാദ് നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള നൈനി വരെ ആയിരുന്നു. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ആണ്. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതികവിദ്യ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലഭിക്കുന്നു.
ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില നൂതന ആശയവിനിമയ സംവിധാനങ്ങൾ വീഡിയോ കോൺഫറൻസ്, ഇ-കൊമേഴ്സ്, ഇമെയിൽ, ടെലിമെഡിസിൻ. സൂര്യന്റെ അയനം. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖയ്ക്കും 23.5 ഡിഗ്രി തെക്ക് ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ് അയനം. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവുമാണ് ഇത്തരത്തിൽ സൂര്യന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നതിന് കാരണം. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സമ്പൂർണമായിട്ട് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. പൊതുമേഖല, സ്വകാര്യമേഖലാ പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത്. പൊതുമേഖല, സ്വകാര്യമേഖലാ പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മുംബൈ ഹൈ. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്തു നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്ന് 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണഖനന കേന്ദ്രമാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽത്തീര എണ്ണഖനന കേന്ദ്രമാണ് മുംബൈ ഹൈ. മുംബൈ തീരത്ത് നിന്ന് 160 കിലോമീറ്റർ അകലെ അറബിക്കടലിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 1974 ഇത് കണ്ടെത്തിയത്. 1974 മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ONGC ആണ്. മുംബൈ ഹൈ മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്ന് 160 കിലോമീറ്റർ അകലെയാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ്. 1974 കണ്ടെത്തിയത്. ഖനനം. ഭൗമോപരിതലത്തിൽ നിന്നോ ഭൗമാന്തർ ഭാഗത്തു നിന്നോ മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് ഖനനം. ഖനനത്തെ ഉപരിതല ഖനനമെന്നും ഭൂഗർഭ ഖനനമെന്നും രണ്ടായിട്ട് തിരിക്കാം. ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ ചാരനിറത്തിൽ കാണപ്പെടുന്നു. കാന്തിക സ്വഭാവമുള്ളവയാണ്. ഭാരം കൂടുതലായിരിക്കും. എന്നാൽ ഇരുമ്പിന്റെ അംശമില്ലങ്ങൾ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. കാന്തിക സ്വഭാവം ഉണ്ടാകില്ല. താരതമ്യേന ഭാരം കുറവായിരിക്കും. ഇരുമ്പയിരുകൾ. അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ 4ആയിട്ട് തിരിക്കാം. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്ന് അറിയപ്പെടുന്നു. മാഗ്നറ്റൈറ്റ് കറുത്ത അയിര് എന്നാണ് അറിയപ്പെടുന്നത്. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. ഇരുമ്പിന്റെ അയിരുകളാണ് മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ് എന്നിവ. മടക്കുപർവ്വതങ്ങൾ. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയവ മടക്കുപർവ്വതങ്ങളാണ്. ഹിമാലയം, ആൽപ്സ് എന്നിവ മടക്കുപർവ്വതങ്ങളാണ്. ശിലാമണ്ഡല ഫലകങ്ങൾ. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. കാർഷിക കാലങ്ങളും പ്രധാന വിളകളും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലത്തെ ഖാരിഫ് എന്നാണ് വിളിക്കുന്നത്. ഉഷ്ണമേഖലാ വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവര തുടങ്ങിയവ. റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെ മാസങ്ങളിലെ പ്രധാന വിളകൾ മിതോഷ്ണ, ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്, ബാർലി എന്നിവയാണ്. സൈദ് ഏപ്രിൽ മുതൽ ജൂൺ മാസം. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ. ഖാരിഫിൽ നെല്ല്, പരുത്തി, ചണം, ബജ്റ, തുവര എന്നിവ. ഇതെല്ലാം ഉഷ്ണമേഖലാ വിളകളാണ്.
റാബി മിതോഷ്ണ ഉപോഷ്ണ വിളകളാണ് ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി എന്നിവയാണ്. സൈദ് പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലാണ്. റാബി ഒക്ടോബർ മാർച്ച്. സൈദ് ഏപ്രിൽ ജൂൺ. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, സഹായം നൽകിയ രാജ്യം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജർമ്മനിയാണ് സഹായം നൽകിയത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ജർമ്മനിയാണ് സഹായം നൽകിയത്. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. സോവിയറ്റ് യൂണിയനാണ് സഹായം നൽകിയത്. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോവിയറ്റ് യൂണിയനാണ് സഹായം നൽകിയത്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. യുണൈറ്റഡ് കിങ്ഡമാണ് സഹായം നൽകിയത്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. യുണൈറ്റഡ് കിങ്ഡമാണ് സഹായം നൽകിയത്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. സോവിയറ്റ് യൂണിയനാണ് സഹായം നൽകിയത്. ഓസോൺ ദിനം. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു. ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകത സംബന്ധിച്ച ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമാകാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററുമാണ് ഉയരം. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലാണ്. പൊടിപടലങ്ങളും ജലബാഷ്പങ്ങളും ഏറ്റവും കൂടുതലുള്ള പാളിയാണിത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും അനുഭവപ്പെടുന്നു. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കാം. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് 13 കിലോമീറ്റർ ഉയരത്തിലാണ് കാണപ്പെടുന്നത്. ധ്രുവപ്രദേശത്ത് 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായിരിക്കും. പൊടിപടലങ്ങൾ, ജലബാഷ്പങ്ങൾ എല്ലാം കാണപ്പെടുന്നുണ്ട്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും അനുഭവപ്പെടുന്ന പാളിയാണ്. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ട്രോപ്പോസ്ഫിയറിന്റെ ആണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിൽ നിലകൊള്ളുന്നു. മിസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ താപനില -100 ഡിഗ്രി വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാക്കുന്നത് ഈ പാളിയിൽ വെച്ചിട്ടാണ്. ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കത്തിന് വൻകരാ ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വൻകരാ ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകരാ ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയുള്ള ശിലാപദാർത്ഥങ്ങൾ ഉരുകി മാഗ്മ അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. അസ്തനോസ്ഫിയർ ദ്രാവകാവസ്ഥയിലാണ്, അതിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. മാൻഡിൽ 2900 കിലോമീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്.
ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. ഇനി കാമ്പ്. മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിന് നിഫെ എന്ന് പേരുണ്ട്. അകക്കാമ്പിന് ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. അതുപോലെ ഇതിൻ്റെ തുടർ സീരീസുകൾ ആവശ്യമാണെങ്കിൽ അതും അറിയിക്കുക. നിങ്ങൾക്കിനി ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് ആവശ്യമുള്ളത് എന്ന കാര്യം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.